കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ കഞ്ചാവ് കൃഷിയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. വീടിന് പുറത്ത് ചെടിച്ചട്ടിയിലും പറമ്പിലുമായി 38 കഞ്ചാവ് ചെടികൾ. ലഹരി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള അഖിൽകുമാറിന്റെ വീട്ടിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. ഏറെ നാടകീയമായിരുന്നു എക്സൈസിന്റെ അന്വേഷണം. 5 മാസങ്ങൾക്ക് മുമ്പ് 103 ഗ്രാം MDMA എത്തിച്ച കേസിലെ പ്രതിയായ മനീഷിനെ തേടിയുള്ള യാത്രയിലായിരുന്നു എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ്. വീട്ടിലെത്തിയ ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്ക് 3 വിദേശേന വളർത്തുനായ്ക്കളെ മനീഷ് അഴിച്ചുവിട്ടു. അവയെ തുരത്തിയ ഉദ്യോഗസ്ഥർ മനീഷിനെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കി. ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് കഞ്ചാവ് കൃഷിയുടെ വിവരം ലഭിച്ചത്. 1.5 കിലോ കഞ്ചാവും 36 കഞ്ചാവ് ചെടികളും ഒരു വീട്ടിൽ നിന്ന് കണ്ടെത്തി. അതിലെ ഒന്നാം പ്രതി മോളി എന്ന് വിളിക്കുന്ന മനീഷ് എക്സൈസിന്റെ തന്നെ MDMA 106 ഗ്രാം കേസിലെ അറസ്റ്റ് ചെയ്യാനുള്ള പ്രതിയാണ്. ഞാനെതിരെ 2.5 ഗ്രാം MDMA മറ്റൊരു കേസും ഉണ്ടായിരുന്നു. 106 ഗ്രാം MDMA എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയാണ്. 20 വർഷത്തിന് മേൽ ശിക്ഷ ലഭിക്കാവുന്നതാണ്. അഖിൽകുമാറിന്റെ വീട്ടിൽ എക്സൈസ് സംഘം പരിശോധന നടത്തി. അവിടെ നിന്ന് 1.5 കിലോ കഞ്ചാവ് പിടികൂടി. വീട്ടുപരിസരത്ത് നിന്ന് കഞ്ചാവ് തൈകൾ കണ്ടെത്തി. 2 മാസം പ്രായവും 40 സെന്റിമീറ്റർ ഉയരവും ഉള്ളതായിരുന്നു കഞ്ചാവ് ചെടികൾ. വിൽപ്പനയ്ക്കായി എത്തിക്കുന്ന കഞ്ചാവിൽ നിന്ന് നല്ലയിനം വിത്ത് ശേഖരിച്ച് പാകി കിളിപ്പിച്ചാണ് കഞ്ചാവ് തൈകൾ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. 5 മാസമായിട്ട് നമ്മൾ വളരെ ശ്രമകരമായ ദൗത്യമായിരുന്നത്. വളരെ സാഹസികമായിട്ടാണ് അയാളെ ഇത്തവണ പിടിക്കാൻ കഴിഞ്ഞത്. അയാളിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അഖിൽകുമാർ എന്നയാളുടെ വീട്ടിൽ നിന്നാണ് ഈ കഞ്ചാവ് തോട്ടം കിട്ടിയത്. ഈ മനീഷ് എന്ന് പറയുന്ന ആള് നേരത്തെ ക്രിമിനൽ കേസുകളിലെ പ്രതിയായിട്ടുള്ള ആളാണ്. ഈ അഖിൽകുമാർ മുൻപ് കഞ്ചാവ് കേസുള്ള ആളാണ്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടായിരുന്നു കഞ്ചാവ് വിൽപ്പന. 20 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് പ്രതികൾ ചെയ്തത്. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.